കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ പി രാമചന്ദ്രൻ പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പ്രായപരിധി എന്ന ഒരു നിയന്ത്രണം വയ്ക്കരുതെന്നാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. പല കാരണങ്ങളാലാണ്. രാഷ്ട്രീയ പ്രവർത്തനമെന്നല്ല, ഏത് പ്രവർത്തനവും ഒരു റിട്ടയർമെൻറ്റോടുകൂടിയോ അതല്ലെങ്കിൽ പ്രായം അധികരിച്ചു എന്നുള്ളത് കൊണ്ട് നിർത്തിവെക്കേണ്ട ഒരു കാര്യമല്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സന്നദ്ധയുണ്ടെങ്കിൽ, ആരാണോ അതിന് താല്പര്യപ്പെടുന്നത് അവർക്ക് സന്നദ്ധത തീർച്ചയായും നടത്തണം. അതല്ലേ എൻ്റെ മര്യാദ. പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾ, അപൂർവം ചില രാഷ്ട്രീയ പാർട്ടികൾ ചില പ്രത്യേക ഉദ്ദേശത്തോടെ, അത് ദുരുദ്ദേശമാകാനും മതി, അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വിശേഷിച്ച് CPM പോലുള്ള കക്ഷികൾ. BJPയിലും ഉണ്ട് ഈ കളി. കണ്ടില്ലേ നമ്മുടെ നരേന്ദ്രമോദി ഇരിക്കുന്നത്? അദ്ദേഹത്തെ ഉന്തി മറിച്ചിട്ടാലും തള്ളി ദൂരെ ഇട്ടാലും ഞാൻ മാറുകയില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇരിക്കട്ടെ, അതിൻ്റെ ദുരന്തഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സമരം ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്നതിൽ വലിയൊരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. കേരളത്തിൻ്റെ പ്രായം, വിശേഷിച്ച് ജനങ്ങളുടെ ആയുസ് ദൈർഘ്യം വർദ്ധിച്ചു വരികയാണ്. ഇതും പരിഗണിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ആയുർ ദൈർഘ്യം വർദ്ധിച്ച പരിചയസമ്പന്നനായൊരു തലമുറയെ തള്ളിക്കളയുന്നത് ഒരു സമൂഹത്തിന് ഭൂഷണമല്ല. പി രാമഭദ്രൻ താമസിച്ചാണെങ്കിൽ ഈ അഭിപ്രായം പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഗവൺമെൻറ്റും ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വയോജന വകുപ്പ് വന്നിട്ടുണ്ടല്ലോ. ആ വയോജന വകുപ്പ് എന്താണ് പറയുന്നത്? പ്രായമായ തലമുറയിലും പരിചയസമ്പത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പരിചയമുള്ളവർക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവർക്ക് ബുദ്ധിയും ശക്തിയും ഉള്ളിടത്തോളം കാലം. അപ്പം അതുകൊണ്ട് ഇത് നല്ല അഭിപ്രായമാണ്. ഗവൺമെൻറ് അത് അംഗീകരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അതിന് ചെവി കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ പ്രായമായവരെ തള്ളിക്കളയുന്ന ഒരു നടപടി സ്വീകരിച്ചുകൂടാ. ഇതൊക്കെ ശരിയായ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നത് വളരെ നന്നായിരിക്കും.